ഇന്ന് നമുക്ക് 2026 ജനുവരി 1 വന്ന PSC ബുള്ളറ്റിൻ സപ്ലിമെൻറ്റിൻ്റെ കറണ്ട് അഫയേഴ്സിൻ്റെ അടുത്ത പാർട്ട് നോക്കാം. അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരുന്നു. 2 ഓപ്പറേഷനെ കുറിച്ച് പഠിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറും ഓപ്പറേഷൻ മഹാദേവ. അപ്പോൾ ഓപ്പറേഷൻ മഹാദേവ എന്തായിരുന്നു? പഹൽഗാം ആക്രമണത്തിൽ ഉൾപ്പെട്ട 3 പാകിസ്ഥാൻ ഭീകരരെ വധിച്ച സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ മഹാദേവ്. ഓപ്പറേഷൻ സിന്ദൂർ എല്ലാവർക്കും അറിയാം. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ സിവിലിയന്മാർക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സംയുക്ത സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. പിന്നെ കുറച്ച് സ്ഥലങ്ങളുടെ പുതിയ പേര് പഠിച്ചായിരുന്നു. ഫത്തേഹാബാദ് നഗരത്തിൻ്റെ പുതിയ പേരായിരുന്നു സിന്ദൂർപുരം. ഫോർട്ട് വില്യമിൻ്റെ പുതിയ പേര് വിജയ് ദുർഗ്. പിന്നെ മഹാരാഷ്ട്രയിൽ ഉസ്മാനാബാദ് റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരാണ് ധാരാശിവ്. മഹാരാഷ്ട്രയിലെ തന്നെ സാംഗ്ലി ജില്ലയിലുള്ള ഇസ്ലാംപൂരിൻ്റെ പുതിയ പേരാണ് ഈശ്വർപൂർ. അസമിലെ ജാഗി റോഡ് ഇലക്ട്രോണിക് സിറ്റിയുടെ പുതിയ പേര് രത്തൻ ടാറ്റ ഇലക്ട്രോണിക് സിറ്റി. ഇന്ന് നമുക്ക് പുതിയ കുറച്ച് ഫാക്ട്സ് പഠിക്കാം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കിഴക്കിൻ്റെ ട്രോയ് എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ കോട്ടയാണ് ജിഞ്ചി കോട്ട. അപ്പോൾ കിഴക്കിൻ്റെ ട്രോയ് എന്നറിയപ്പെടുന്നത് തമിഴ്നാട്ടിലെ ജിഞ്ചിക്കോട്ടയാണ്. അത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ജിഞ്ചിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. അതറിയപ്പെടുന്നത് കിഴക്കിൻ്റെ ട്രോയ് എന്നാണ്. റിപ്പബ്ലിക് ദിനത്തിൽ സ്കൂളുകളിൽ പ്രവൃത്തി ദിനമാക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. റിപ്പബ്ലിക് ദിനത്തിൽ സ്കൂളുകളിൽ പ്രവൃത്തി ദിനമാക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരാണ് VBG റാംജി. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ ഗ്രാമീൺ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ ഗ്രാമീൺ. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരാണ് VBG റാംജി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ അജയ് കുമാർ. UPSC പുതിയ ചെയർമാനാണ് ഡോക്ടർ അജയ് കുമാർ. ഇന്ത്യയുടെ 17ാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ 17ാമത് ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. 52ാമത്തെ ജസ്റ്റിസായിരുന്നു BR ഗവായ്. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് R വെങ്കിട്ടരമണി. ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് R വെങ്കിട്ടരമണി. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് രാജ്കുമാർ ഗോയൽ. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ഗ്യാനേഷ് കുമാർ. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ഗ്യാനേഷ് കുമാർ. അപ്പോൾ UPSCയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ അജയ് കുമാർ. 17ാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് CP രാധാകൃഷ്ണൻ. 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സൂര്യകാന്ത്. 52ാമത്തെ ചീഫ് ജസ്റ്റിസായിരുന്നു BR ഗവായ്. ഇന്ത്യയുടെ അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ഗ്യാനേഷ് കുമാർ. ഗോത്രഭാഷകൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത ട്രാൻസ്ലേറ്ററാണ് ആദിവാണി. ഗോത്രഭാഷകൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത ട്രാൻസ്ലേറ്റർ ആദിവാണി. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത അംഗൻവാടി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വാധാംന ഗ്രാമം മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത അംഗൻവാടി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വാധാംന ഗ്രാമത്തിലാണ്. അത് മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ്. ലോകത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ വാറങ്കൽ ശാഖയിലാണ്, തെലങ്കാനയിൽ. ലോകത്തിലെ ആദ്യ AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അത് വാറങ്കൽ ശാഖയിലാണ് ആരംഭിച്ചത്, തെലങ്കാന സംസ്ഥാനത്താണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളിയാണ് PR രമേശ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ മലയാളിയാണ് PR രമേശ്. 2025 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണർമാരായി നിയമിതരായത്
പൂനം ഗുപ്ത, ശിരീഷ് ചന്ദ്ര മുർമു. 2025 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണർമാരായി നിയമിതരായത് പൂനം ഗുപ്ത, ശിരീഷ് ചന്ദ്ര മുർമു. RBIക്ക് നിലവിൽ 4 ഡെപ്യൂട്ടി ഗവർണർമാരാണ് ഉള്ളത്. 2025 നിയമിതരായതാണ് പൂനം ഗുപ്ത, ശിരീഷ് ചന്ദ്ര മുർമു. ബാക്കി 2 പേര് T. രവിശങ്കർ, സ്വാമിനാഥൻ ജാനകി രാമൻ. അപ്പോൾ 4 ഡെപ്യൂട്ടി ഗവർണർമാരാണ് ഉള്ളത്. 2025 നിയമിതരായവരാണ് പൂനം ഗുപ്ത, ശിരീഷ് ചന്ദ്ര മുർമു. പൂനം ഗുപ്ത ഏപ്രിൽ മാസത്തിലും ശിരീഷ് ചന്ദ്ര മുർമു ഒക്ടോബർ മാസത്തിലുമാണ് നിയമിതരായത്. അതുകൂടാതെ വേറെ 2 പേര് കൂടിയുണ്ട്. അവരുടെ പേരാണ് T. രവിശങ്കർ, സ്വാമിനാഥൻ ജാനകി രാമൻ. അപ്പോൾ 26ാമത്തെ RBIയുടെ ഗവർണറുടെ പേരെന്തായിരുന്നു? സഞ്ജയ് മൽഹോത്ര. 26ാമത്തെ RBIയുടെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. ഇപ്പം നമ്മൾ പഠിച്ചത് ഡെപ്യൂട്ടി ഗവർണർമാരുടെ പേരാണ് പൂനം ഗുപ്ത, ശിരീഷ് ചന്ദ്ര മുർമു, T. രവിശങ്കർ, സ്വാമിനാഥൻ ജാനകി രാമൻ. 2026 മെയ് 30 വരെ കാലാവധി നീട്ടി നൽകിയ സംയുക്ത സേനാ മേധാവിയാണ് ജനറൽ അനിൽ ചൗഹാൻ. 2026 മെയ് 30 വരെ കാലാവധി നീട്ടി നൽകിയ സംയുക്ത സേനാ മേധാവിയാണ് ജനറൽ അനിൽ ചൗഹാൻ. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റോയുടെ തലവൻ പരാഗ് ജെയിൻ. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ തലവനാരാണ്? പരാഗ് ജെയിൻ. ദേശീയ സുരക്ഷാ സമിതി അധ്യക്ഷനായി നിയമിതനായത് അലോക് ജോഷി. ദേശീയ സുരക്ഷാ സമിതി അധ്യക്ഷനായി നിയമിതനായത് അലോക് ജോഷി. ഇന്ത്യയുടെ 23ാമത് നിയമ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. ഇന്ത്യയുടെ 23ാമത് നിയമ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് അജയ് സേത്ത്. ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് അജയ് സേത്ത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഗവർണറാണ് ശക്തികാന്ത ദാസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായ RBI ഓഫ് ഇന്ത്യയുടെ മുൻ ഗവർണറാണ് ശക്തികാന്ത ദാസ്. അപ്പോൾ ശക്തികാന്ത ദാസ് 25th RBI ഗവർണറായിരുന്നു. നമ്മളിപ്പോൾ പഠിച്ചത് 26th ഗവർണറുടെ പേരെന്താണ്? സഞ്ജയ് മൽഹോത്ര. ISROയുടെ പുതിയ ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ. ISROയുടെ പുതിയ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ഡയറക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ES പത്മകുമാർ. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ഡയറക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ES പത്മകുമാർ. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ ഡയറക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ A രാജരാജൻ. ഇപ്പോൾ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൻ്റെ ഡയറക്ടറാണ് ES പത്മകുമാർ. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ ഡയറക്ടറാണ് ഡോക്ടർ A രാജരാജൻ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ. സെബിയുടെ പുതിയ ചെയർമാനാണ് തുഹിൻ കാന്ത പാണ്ഡെ. ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് രേഖ ഗുപ്ത. ഡൽഹിയുടെ മുഖ്യമന്ത്രിയുടെ പേരാണ് രേഖ ഗുപ്ത. സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്, അതിഷി മർലേന എന്നിവർക്ക് ശേഷം ഡൽഹി മുഖ്യമന്ത്രിയാകുന്ന 4ാമത്തെ വനിതയാണ് രേഖ ഗുപ്ത. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസഡറായി നിയമിതയായ ബോളിവുഡ് താരം ദീപിക പദുക്കോൺ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസഡറായി നിയമിതയായ ബോളിവുഡ് താരമാണ് ദീപിക പദുക്കോൺ. മാലിദ്വീപിൻ്റെ ആഗോള ടൂറിസം അംബാസഡറായി നിയമിതയായ ഇന്ത്യൻ ചലച്ചിത്ര താരം കത്രീന കൈഫ്. മാലിദ്വീപിൻ്റെ ആഗോള ടൂറിസം അംബാസഡറായി നിയമിതയായ ഇന്ത്യൻ ചലച്ചിത്ര താരമാണ് കത്രീന കൈഫ്. ശ്രീലങ്കയിൽ ദിറ്റ്വ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ദുരിതമനുഭവിക്കുന്ന പൗരന്മാരെ രക്ഷിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. ശ്രീലങ്കയിൽ ദിറ്റ്വ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ ദുരിതമനുഭവിക്കുന്ന പൗരന്മാരെ രക്ഷിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. അപ്പോൾ ദിറ്റ്വ ചുഴലിക്കാറ്റ് വീശിയത് ശ്രീലങ്കയിലാണ്. അവിടെ ദുരിതമനുഭവിക്കുന്ന പൗരന്മാരെ രക്ഷിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. ഇസ്രായേൽ ഇറാൻ യുദ്ധം രൂക്ഷമായതോടെ ഇറാനിലെയും ഇസ്രായേലിലെയും സംഘർഷ മേഖലകളിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെ തുടർന്ന് ഇറാനിലെയും ഇസ്രായേലിലെയും
സംഘർഷ മേഖലകളിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു. ലോകത്തെ ഏറ്റവും വലിയ സഫാരി പാർക്ക് ആകാനൊരുങ്ങുന്ന നിർദ്ദിഷ്ട ആരവലി സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ്. ലോകത്തെ ഏറ്റവും വലിയ സഫാരി പാർക്ക് ആകാനൊരുങ്ങുന്ന നിർദ്ദിഷ്ട ആരവലി സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഹരിയാന. ഇന്ത്യയിലെ ആദ്യത്തെ വേൾഡ് പീസ് സെന്റർ ഉദ്ഘാടനം ചെയ്തത് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വേൾഡ് പീസ് സെന്റർ ഉദ്ഘാടനം ചെയ്തത് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ. മിതാത്തൽ, തിഗ്രാന എന്നീ ഹാരപ്പൻ സ്ഥലങ്ങളെ സംരക്ഷിത സ്മാരകങ്ങളായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഹരിയാന. ഭിവാൻ ജില്ലയിലാണ് മിതാത്തൽ, തിഗ്രാന. ഇവ ഹാരപ്പൻ സ്ഥലങ്ങളാണ്. അവയെ സംരക്ഷിത സ്മാരകങ്ങളായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഹരിയാന. ഭിവാനി ജില്ലയിലാണ്. അപ്പോൾ ഹാരപ്പൻ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? മിതാത്തൽ, തിഗ്രാന. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹരിയാനയിൽ. 2025 മാർച്ചിൽ മ്യാൻമാറിൽ ഉണ്ടായ വൻ ഭൂകമ്പത്തെ തുടർന്ന് മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ ബ്രഹ്മ. അപ്പോൾ ശ്രീലങ്കയിൽ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. ഇവിടെ മ്യാൻമാറിലുണ്ടായ വൻ ഭൂകമ്പത്തെ തുടർന്ന് മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. മ്യാൻമാറിനെ സഹായിക്കാൻ ഓപ്പറേഷൻ ബ്രഹ്മ ശ്രീലങ്കയിലെ ദുരിതമനുഭവിക്കുന്ന പൗരന്മാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഓപ്പറേഷൻ സാഗർ ബന്ധു. മുംബൈ പുണ്ടോൾ ആർട്ട് ഗ്യാലറിയിൽ ലേലത്തിൽ 16 കോടിക്ക് വിറ്റ രാജാ രവിവർമ്മ വരച്ച ചിത്രമാണ് റിദ്ധി സിദ്ധി ഗണപതി. അപ്പോൾ റിദ്ധി സിദ്ധി ഗണപതി എന്നത് രാജാ രവിവർമ്മയുടെ ചിത്രമാണ്. മുംബൈ പുണ്ടോൾ ആർട്ട് ഗ്യാലറിയിലെ ലേലത്തിൽ 16 കോടിക്ക് വിറ്റ രാജാ രവിവർമ്മ ചിത്രമാണ് റിദ്ധി സിദ്ധി ഗണപതി. മുംബൈ പുണ്ടോൾ ആർട്ട് ഗ്യാലറിയിലെ ലേലത്തിൽ 2.6 കോടിക്ക് വിറ്റ രാജാ രവിവർമ്മ വരച്ച ഹൈദരാബാദ് നൈസാമിൻ്റെ ചിത്രമാണ് മെഹബൂബ് അലി ഖാൻ ആസഫ് ജാ ആറാമൻ. അതും രാജാ രവിവർമ്മയുടെ ചിത്രമാണ്. മുംബൈ പുണ്ടോൾ ആർട്ട് ഗ്യാലറിയിലെ ലേലത്തിൽ 2.6 കോടിക്ക് വിറ്റ രാജാ രവിവർമ്മ വരച്ച ഹൈദരാബാദ് നൈസാമിൻ്റെ ചിത്രമാണ് മെഹബൂബ് അലി ഖാൻ ആസഫ് ജാ ആറാമൻ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട പ്രശസ്ത ഹിൽ സ്റ്റേഷനായ സീറോ വാലി സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട പ്രശസ്ത ഹിൽ സ്റ്റേഷനാണ് സീറോ വാലി. അത് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. അപ്പോൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ജിഞ്ചിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയായിരുന്നു? തമിഴ്നാട്ടിലാണ്. ജിഞ്ചിക്കോട്ട അറിയപ്പെടുന്നത് കിഴക്കിൻ്റെ ട്രോയ് എന്നാണ്. സാംസ്കാരിക പൈതൃകവും അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യവും ആഘോഷിക്കുന്ന പാങ്സൗ പാസ് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അപ്പോൾ പാങ്സൗ പാസ് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. സീറോ വാലി ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നതും അരുണാചൽ പ്രദേശിലാണ്. സാംസ്കാരിക പൈതൃകവും അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യവും ആഘോഷിക്കുന്ന പാങ്സൗ പാസ് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ നടക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഉയർന്ന പ്രദേശങ്ങളിലെ അടിയന്തര സാഹചര്യങ്ങൾക്കായി ഇന്ത്യൻ സൈന്യം ഓക്സിജൻ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് അരുണാചൽ പ്രദേശിലെ തവാങ്ങിലാണ്. ഉയർന്ന പ്രദേശങ്ങളിലെ അടിയന്തര സാഹചര്യങ്ങൾക്കായി ഇന്ത്യൻ സൈന്യം ഓക്സിജൻ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് അരുണാചൽ പ്രദേശിലെ തവാങ്ങിലാണ്.